ജപ്പാനിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ സ്ഥലം ലാഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീടിൻ്റെ എന്താ പറയുക സ്മാർട്ട് ലിവിങ്ങോ ഇതിനെന്താ പറയുക ഇൻറ്റീരിയറൊക്കെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി പിടിച്ചയുടെ പണി എന്താ പറയുക നിങ്ങൾക്ക് ബാൽക്കണി ആണോ എന്ന് ചോദിച്ചാൽ ആണ്, ജനവാതിലാണോ എന്ന് ചോദിച്ചാൽ അതുമാണ്. ആവശ്യമുള്ള സമയത്ത് ബാൽക്കണി, ആവശ്യമുള്ള സമയത്ത് ബാൽക്കണി അല്ല. കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളന്മാർ വന്നു കഴിഞ്ഞാൽ ആകെ കുടുങ്ങിപ്പോകും. സീക്രട്ട് അണ്ടർഗ്രൗണ്ട് കാർ പാർക്ക്. കാർ അങ്ങോട്ട് പോകണം, ഡോറങ്ങോട്ട് അടയണം, കോണി അങ്ങോട്ട് വരുന്നു. അല്ല, സ്വിമ്മിങ് പൂളേ ലോൺ ഏരിയ ഇത് രണ്ടും വേണം. സ്ഥലം എന്ത് ചെയ്യും? അപ്പോൾ അടിയിൽ സ്വിമ്മിംഗ് പൂള്, മുകളിൽ ലോൺ ഏരിയ. പുല്ലുകൂടി നടക്കണം എന്ന് പറയുമ്പോൾ ഒരു ബട്ടൺ അമർത്തിയാൽ പുല്ല് റെഡി. അതല്ല, വെള്ളത്തിൽ കുളിക്കണം തോന്നിക്കഴിഞ്ഞാൽ വേറെ ബട്ടൺ അമർത്തിയാൽ കുളം റെഡി. ക്ലൈമറ്റ് ഇങ്ങനെ മാറുന്നതിനനുസരിച്ചിട്ട് ചൂട് കൂടിയാൽ വേറെ ഷെയ്ഡ്, ചൂട് കുറഞ്ഞാൽ ഷെയ്ഡ് വേണ്ടെങ്കിൽ എല്ലാം റെഡി. ഒരു റൂം തന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ബെഡ്റൂം, കിച്ചൺ ഇത്ര വലുത്, ഡൈനിങ് റൂം അത്ര വലുത് എന്നൊക്കെ പറയാറില്ലേ? എന്നാലോ ഇവിടെ എല്ലാം ഉണ്ട്. ആരെങ്കിലും ചെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര ബെഡ്റൂം ഉണ്ടെന്ന് ചോദിച്ചാൽ ആ കൺഫ്യൂഷനാവും. കാരണം ഇത്ര ഉള്ളൂ സ്ഥലം, പക്ഷേ 4 ബെഡ്റൂമോ 4 ഡൈനിങ് റൂമോ 4 കിച്ചണോ. കാരണം റൂം കോലം മാറാണ്. ഓഫീസ് എവിടെയെന്ന് വെച്ചാൽ അതും ഇവിടെ തന്നെ. താമസിക്കണ എവിടെയെന്ന് വെച്ചാൽ അതും ഇവിടെ തന്നെ. ചിലപ്പോൾ സോഫ, ചിലപ്പോൾ ബെഡ്, ചിലപ്പോൾ ഷെൽഫ്, ചിലപ്പോൾ ടേബിൾ. അത് യുവമാർ ഒളിപ്പിച്ച് വെക്കുന്ന സ്ഥലം തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലമാണ്. എവിടെയാണ് അണ്ടർഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. അത് സോഫ തന്നെ താഴാവും. ചിലപ്പോൾ നടുവൊരു വലിയൊരു ടേബിൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും അത് വെറും ടേബിളാണ്. അല്ല, അതിൻ്റെ അണ്ടറിൽ ഭയങ്കര അണ്ടർഗ്രൗണ്ടാണ്. ലിഫ്റ്റ് എന്നത് അതെ. ഇങ്ങനത്തെ ലിഫ്റ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജപ്പാനിൽ പോയാൽ കാണാൻ പറ്റും. അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ വഴിയുണ്ട് എന്ന് പണ്ടാരോ പറഞ്ഞിട്ടില്ലേ?